മോനെ ആനന്ദ്, അയ്യോ ആനന്ദ്, അയ്യോ. ബ്രോ ആനന്ദ്, ആനന്ദ് എന്താ പറ്റിയത്? എന്ത് പറ്റി? ആനന്ദ്, അച്ഛാ എടുക്ക്. ആനന്ദ് കണ്ണു തുറക്ക ആനന്ദ്. മോനെ കണ്ണു തുറക്കടാ. ബ്രോ ആനന്ദ്, ബ്രോ മോനെ കണ്ണോർക്കടാ. മോനെ ആനന്ദ്, ബ്രോ എന്താ പറ്റിയേ? ആനന്ദ് കണ്ണു തുറക്ക. വിലാസിനി, എന്ത് പറ്റി? നീ വേഗം പോയി കുറച്ച് വെള്ളം എടുത്തോണ്ട് വാ. ബ്രോ മോനെ ആനന്ദ്, ആനന്ദ്, ബ്രോ ആനന്ദ്. കണ്ണൂർക്ക് ബ്രോ. പ്ലീസ് മോനെ പ്ലീസ് കണ്ണു തുറക്ക്. കണ്ണു തുറക്കടാ മോനെ. ആനന്ദ്, ബ്രോ ചേച്ചി ബ്രോ ആനന്ദ്, ഒന്ന് കണ്ണൂർക്ക് ബ്രോ എന്താ പറ്റിയേ? മോനെ ആനന്ദ്, മോനെ മോനെ ആനന്ദ്, കണ്ണു തുറക്ക്. മോനെ കണ്ണു തുറക്ക്. ആനന്ദ്, ബ്രോ ബ്രോ കണ്ണൂർക്ക്. ആനന്ദ്, ആനന്ദ് കണ്ണു തുറക്കടാ. അച്ഛാ മോനെ കണ്ണോർക്ക് മോനെ. ആനന്ദ്, അമ്മ ബ്രോ കൃഷ്ണടാ വേഗം പോയി ഡോക്ടറെ വിളിക്കുക ആ, പ്ലീസ്. ശരി. ബ്രോ മോനെ കണ്ണൂർക്ക്. ആനന്ദ്, പ്ലീസ് ബ്രോ. മോനെ എന്താ പറ്റി? അമ്മ മോനെ ബ്രോ നോക്കാൻ. എന്താ പറ്റിയേ? മോനെ അമ്മ കണ്ണു തുറക്ക്. മോനെ കണ്ണു തുറക്ക്. ആനന്ദ്, ഹലോ ഡോക്ടർ, തൃച്ചംബരത്തിന്നാ ശിവരാമൻ. ആനന്ദ് മോനെ ബ്രോ കണ്ണു ബ്രോ. തുറക്കടാ. ആനന്ദ് എന്താ അമ്മ. പറ്റി? ആനന്ദ് ബ്രോ കണ്ണൂർ. ഒന്നും ഇങ്ങോട്ട് വരാമോ? ആനന്ദ് ആനന്ദ് മോനെ ആനന്ദ് ബ്രോ. ആനന്ദ് കണ്ണു തുറക്കടാ. ബ്രോ. ആനന്ദ് കണ്ണു ബ്രോ, കണ്ണു തുറക്ക്. തുറക്ക്. കണ്ണു തുറക്കടാ. കല്യാണി കൊള്ളാലോ, ഇവിടെ ഇരുന്ന് ഉറങ്ങുവാണോ? എന്താ ഇത്, രാത്രി ഉറക്കൊന്നുമില്ലേ? ദേ നോക്ക്, അമ്പലത്തിലിരിക്കുന്ന ഭഗവാന്റെ വിഗ്രഹം അടുത്തൊന്ന് തൊഴുതിട്ട് വരാം. അത് പക്ഷേ വീട്ടിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കരുത്, അതത്ര നല്ലതിനല്ല. ആദ്യം നീ താലി കൊണ്ടുപോയി ഭണ്ഡാരപ്പെട്ടിയിലേക്ക് പിടിക്കേ. തിരുമേനി ചേച്ചിയെ കണ്ടോ? ദാ അവിടെ ഇരിപ്പുണ്ട്. ആ ചേച്ചി അനിയൻകുട്ട എന്തു പറ്റി? എന്തിനാ നീ വെപ്രാളപ്പെട്ട് ഓടി വന്നത്? എന്തു പറ്റിയടാ? നീ എന്തിനാ ഇങ്ങനെ കിതക്കണേ? ചേച്ചി ചേച്ചി വല്യുഞ്ഞ് വല്യുഞ്ഞിന് എന്തു പറ്റി? എന്നോട് വരാൻ പറഞ്ഞോ? അതല്ല ചേച്ചി, പിന്നെ പറ എന്താ കാര്യം? അത് വല്യുഞ്ഞ് പെട്ടെന്ന് ബോധം കെട്ട് വീണു. വല്യുഞ്ഞ് ബോധം കെട്ടി വീണുന്നോ? അതെ ചേച്ചി, ഇപ്പൊ ഡോക്ടർ വന്ന് പരിശോധിക്കുക. കെട്ടിയ പെണ്ണിന്റെ താലിഭാഗ്യം കൊണ്ടാ ജീവൻ തിരിച്ചു കിട്ടിയത്. തലനാരിഴയ്ക്ക ഒരാളുടെ ജീവൻ തിരികെ കൊടുത്തത്. നാളെ അവന് ഈ അവസരം കിട്ടണമെന്നില്ല. നീയായിട്ട് അതിനെ ഇടവരുത്തരുത്. എനിക്ക് ഒരു മിനിറ്റ്.
പരീക്ഷണ. വല്യുഞ്ഞിനെ കാത്തോളേന്ന് ഞാൻ ഇപ്പൊ നിന്നോട് പ്രാർത്ഥിച്ചതല്ലേ ഉള്ളൂ. എന്നിട്ടും ദേവി, വല്യുഞ്ഞിന് ഒരാപത്തും വരാതെ നോക്കണേ. ശ്വാസം ഒന്ന് വലിച്ചുവിടൂ. ഇത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. റെസ്റ്റ് ഇല്ലാതെ ഓടി നടന്ന് ജോലി ചെയ്തുകൊണ്ട് ശരീരവും തലച്ചോറും ഒക്കെ അല്പം ക്ഷീണിച്ചു. അതിനും വേണ്ടി അല്പം വിശ്രമം. അതാണോ കാര്യം? വേറൊന്നുമില്ലല്ലോ ഡോക്ടർ. നത്തിങ് മാഡം. കണ്ടിന്യൂസ് വർക്ക് ചെയ്താൽ ഏത് മെഷീനും റിപ്പയർ ആവും. പിന്നെയാണോ മനുഷ്യൻ? സി ആനന്ദ് 10-16 കമ്പനികൾ നടത്തുന്ന ആളാണെന്നറിയാം. പക്ഷെ റെസ്റ്റ് എടുത്തേ പറ്റൂ. ഹെൽത്ത് ഈസ് വെൽത്ത്. അറിയാലോ, ചുവരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാൻ പറ്റൂ. ഞാൻ 2 വൈറ്റമിൻ ടാബ്ലറ്റ്സ് എഴുതിയിട്ടുണ്ട്. അതൊരു 10 ദിവസം കഴിക്കണം. ഓക്കെ. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നല്ല റെസ്റ്റ് വേണം. റെസ്റ്റ് എടുത്തില്ലെങ്കിൽ ഇതിനേക്കാൾ മോശമാവും ഇനി ഉണ്ടാകാൻ പോകുന്ന അവസ്ഥ. അരവിന്ദ്, ആനന്ദിനെ റൂമിൽ കൊണ്ട് കിടത്തിട്ടോ. മെഡിസിൻ വാങ്ങേണ്ടി വരും. ബ്രോ വാ. കല്യാണി, ഒരു ഗ്ലാസ് ചൂടുവെള്ളം വേണം. ശരി വല്യുഞ്ഞെ. ദേവി, നീ കാത്തു. ഞാൻ ഈ താലി ഊരാൻ നോക്കിയതുകൊണ്ടാ വല്യുഞ്ഞിന് വീണ്ടും ഇങ്ങനെ സംഭവിച്ചത്. ഇനി വല്യുഞ്ഞി പ്രിയങ്ക മാഡത്തിന്റെ കഴുത്തിൽ താലി കെട്ടുന്നത് വരെ ഈ താലി കല്യാണിയുടെ കഴുത്തിലുണ്ടാവും. ഒരിക്കലും ഞാനായിട്ട് ഒരു മാറ്റില്ല. ഒരിക്കലും.
ഒരു മിനിറ്റ്. ബ്രോ, ഞാൻ പോയി മെഡിസിൻ വാങ്ങിച്ചിട്ട് വരാം. ബ്രോ റെസ്റ്റ് എടുക്കുക. ഓക്കെ? ആനന്ദ് എവിടെ? ആനന്ദേ, ഒരു മിനിറ്റ്. വിളിപ്പുറത്തമ്മേ, നീ എന്റെ പ്രാർത്ഥന കേട്ടു. അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ദൈവമേ, ആനന്ദ് കല്യാണിയുടെ കണ്ണുകൾ തന്നെ നോക്കിയിരിക്കുകയാണല്ലോ. ഇനി ലോഗോയിലെ കണ്ണുകൾ കല്യാണിയുടേതാണെന്ന് ആനന്ദ് തിരിച്ചറിഞ്ഞിട്ടുണ്ടാവോ? ഹേ, ഇല്ല, അങ്ങനെയാവില്ല. നീ എന്താ ഇവിടെ? ചൂടുവെള്ളം ചോദിച്ചിരുന്നു, അത് കൊണ്ടുവന്നതാ. വെള്ളം കൊണ്ടുവന്നാ കൊടുത്തിട്ട് പോയിക്കൂടെ നിനക്ക്? അതിന്റെ ചൂട് പോയി കാണുമല്ലോ. സ്വപ്നം കണ്ടോണ്ട് നിൽക്കുന്നവള്. പൊയ്ക്കോ. ആനന്ദേ, ദാ കുടിക്ക. ഇപ്പൊ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. എനിക്കൊരല്പം ഏകാന്തത വേണം പ്ലീസ്. ഓക്കെ ഓക്കെ ഓക്കെ. ദാ കിടന്നോളൂ. എന്താവശ്യമുണ്ടെങ്കിലും വിളിച്ചാൽ മതി. ഓക്കെ.
എനിക്ക് എന്തൊക്കെയായി പറ്റണേ? ഇന്ന് വല്യുഞ്ഞിനെ കണ്ടപ്പോ ഞാൻ എന്നെ തന്നെ മറന്നുപോയതുപോലെയാ നിന്നത്. ആ തെറ്റിന് പ്രിയങ്ക മാഡത്തിന്റെ കയ്യിൽ നിന്ന് കിട്ടുകയും ചെയ്തു. ഇനി അത് പാടില്ല. ഞാൻ എന്റെ മനസ്സിനെ എങ്ങനെ നിയന്ത്രിച്ചേ പറ്റൂ. വല്യുഞ്ഞുമായിട്ട് ഇനി ഒരകലമായിട്ട് മാത്രമേ പെരുമാറാൻ പാടുള്ളൂ. എപ്പോ വിളിച്ചാലും ഉടനെ ആ റൂമിലേക്ക് ഓടിച്ചെല്ലാൻ പാടില്ല. എല്ലാത്തിനും ഒരു നിയന്ത്രണം വേണം. നിയന്ത്രണം ഉണ്ടായേ പറ്റൂ. ദൈവമേ, നീ വേണം എന്നെ സഹായിക്കാൻ. കൂടെ നിന്ന് സഹായിക്കണേ. വല്യുഞ്ഞ് പെട്ടെന്ന് ബോധം കെട്ട് വീണു. ആഹാ, സലീമിന്റെ അനാർക്കലി ഇവിടെ വന്നിരിക്കുകയാണോ? ആഹാ, സലീമിന്റെ അനാർക്കലി ഇവിടെ വന്നിരിക്കുകയാണോ? മാഡം, അയ്യോ, എഴുന്നേക്കണ്ട. പ്രണയ ശാപം വരുത്തി വെക്കാനൊന്നും ഞാനില്ലേ. അയ്യോ, ഞാനിപ്പോ എന്തോ പറഞ്ഞല്ലോ. ആ, കിട്ടിപ്പോയി. അനാർക്കലി അതൊരു പെണ്ണിന്റെ പേരാ. ആരാന്നറിയോ നിനക്ക്? ഇല്ല. ആ, എവിടെന്ന് അറിയാനാ? അതിനെ അത്യാവശ്യ എഴുത്തും വായനയും ലോക വിവരമൊക്കെ വേണം. നമുക്കതില്ലല്ലോ. ഒരു പാവം പേർഷ്യൻ നർത്തകിയായിരുന്നു അനാർക്കലി. അവള് ചക്രവർത്തി കുമാരൻ സലീമിനെ പ്രണയിച്ചു. പ്രണയമറിഞ്ഞ ചക്രവർത്തി മറ്റൊന്നും ചെയ്തില്ല. സിംപ്ലി അവളെ ഒരു ശവക്കല്ലറ പണിത് അതിനകത്തിട്ട് പൂട്ടിക്കളഞ്ഞു. പാവം കാമുകൻ തേടി പിടിച്ച് വന്നപ്പോ അവൾ അങ്ങ് ചത്തുപോയി. അത്രേ ഉള്ളൂ. എന്താടി നീ എന്ന് ആലോചിക്കുന്നേ? ആ കഥയായിട്ട് നിനക്ക് വല്ല ബന്ധമുണ്ടോന്നായിരിക്കും. പഴഞ്ചൊല്ലിൽ മാത്രമല്ല, പഴങ്കഥയിലും പതിരില്ലാത്ത ചില സത്യങ്ങളുണ്ട്. അതെന്താണെന്ന് മനസ്സിലാക്കിയാ നിനക്കും നിന്റെ അച്ഛനും കൊള്ളാം. അല്ല, മറ്റൊരു കാര്യം ചോദിക്കാൻ വിട്ടല്ലോ. നീ ആ നിശ്ചയ മണ്ഡപത്തിൽ വെച്ച് വലിയ സാഹസമൊക്കെ കാണിക്കുന്ന കണ്ടു. തോക്കെടുക്കുന്നു, തട്ടിപ്പറിക്കുന്നു, ഓടുന്നു, ചാടുന്നു, കുട്ടിക്കരണം മറിയുന്നു. ഇതെന്താടി, ഹിന്ദി സിനിമയാണോ അതോ നാടകോ? ആനന്ദിന്റെയും പ്രിയങ്കയുടെയും നിശ്ചയം മുടക്കാൻ നീ അവന്മാരെ കാശ് കൊടുത്ത് ഇറക്കി നടത്തിയ നാടകം.